നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പുതിയ സംഭവവികാസങ്ങൾ വീണ്ടും പശ്ചിമ ബംഗാളിൻ്റെ ചർച്ചയ്ക്ക് ഒഴിവാക്കാം. അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ആണ്ട് തീർന്നു. NCPയിലേക്ക് പോകുന്നു, പ്രത്യേക ബ്ലോക്കായിരിക്കുന്നു, തൃണമൂലിൽ നിന്ന് വിമതർ വിട്ടുപോയവർ എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും വിഷയം അവിടെ അവസാനിക്കുന്നില്ല. അടി കിട്ടിയവർക്കൊക്കെ വീണ്ടും അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? തറയിൽ ആരോ തലയിൽ കറുത്ത തുണി കൊണ്ട് വീശിയപ്പോൾ തലയ്ക്ക് ഗുരുതരമായി ക്ഷതം ബാധിച്ചു എന്ന് പറഞ്ഞ് ബോധം കെട്ടി വീണ കല്യാൺ ബാനർജി അല്ലേ? കല്യാൺ ബാനർജി മുതിർന്ന MP ആണ്. തൃണമൂലിന്റെ വളരെ സമുന്നതനായ നേതാവ്. മമതയെ എല്ലാ കാര്യത്തിനും ഉപദേശിച്ചുകൊണ്ടിരുന്ന മമതയുടെ ഉപദേശിയായിരുന്നു. പക്ഷേ കല്യാണം പെട്ടെന്നാണ് ചൂട് മാറിയത്. ശരിക്കും ഇപ്പോഴത്തെ അവസ്ഥ, കല്യാണിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അതെ, അദ്ദേഹത്തിന് ഈ പാർലമെന്റ് സെഷൻ കഴിയുന്നത് വരെ, മൺസൂൺ സെഷൻ കഴിയുന്നത് വരെ സ്പീക്കർ പുറത്താക്കിയിരിക്കുകയാണ്. മാത്രമല്ല, പാർലമെൻറ്റിൻ്റെ സമീപത്ത് പോലും വന്നു പോകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറ്റം ഗുരുതരമാണ്, ചെറുതല്ല. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ സാധാരണ സഭയിൽ ബഹളം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് MP-മാരെ സസ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സഭ സമ്മേളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുമ്പ് നമ്മുടെ മലയാളിയായിരുന്ന AP അബ്ദുള്ള കുട്ടി MP ആയിരുന്ന കാലത്ത് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് നമുക്കറിയാം. അന്ന് സോമനാഥ് ചാറ്റർജി ആയിരുന്നു സ്പീക്കർ. അപ്പോൾ ഒരു ഔദ്യോഗിക മെയിൽ ദുരുപയോഗം ചെയ്തതാണ് മഹുവ മൈത്രയെ. അത് പക്ഷേ ഇവരുടെ തന്നെ MP ആയിരുന്നു. അത് പക്ഷേ അവരെ MP സ്ഥാനത്തൊന്നും പുറത്താക്കി, അയോഗ്യയാക്കി. ഇത് അയോഗ്യല്ല, ഇത് സഭയിലെ പാർലമെന്റിലെ ശിക്ഷാ നടപടി ഇവർക്ക് പുത്തരിയല്ല. അല്ല, തൃണമൂലുകാർക്ക് പൊതുവേ അത് പുത്തരിയല്ല. കാരണം എല്ലാം മമതയുടെ ശിഷ്യരാണല്ലോ. അതുകൊണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. ഈ കല്യാൺ ബാനർജിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. സംഗതി കുറച്ചുകൂടെ ഗൗരവമുണ്ട്. നാലാൾ അറിഞ്ഞാൽ നാണം കെടുന്ന തരത്തിലാണ് ഈ സംഭവങ്ങളുടെ പോക്ക്. എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹം സ്പീക്കറെ കണ്ട് ഹിയറിങ്ങിന് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഹിയറിങ് നടക്കുമായിരിക്കും. നമുക്കിപ്പോൾ അതിൻ്റെ പാർലമെൻറ്റ് നടപടിക്രമങ്ങളെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. വിഷയമാണ് വളരെ ഒരേ സമയം ഗൗരവമാണ്. അത് വളരെ പുറത്ത് പറയാൻ നാണക്കേടുണ്ടാക്കുന്നൊരു കാര്യമാണ്. അതായത് വനിതാ MP-മാരോട് മോശം ഭാഷയിൽ അൺപാർലമെൻ്ററി ആയ വാക്കുകൾ പറഞ്ഞു. അതാണ് ഒന്നാമത്തെ കാര്യം. അതായത് ഈ തൃണമൂലിൽ നിന്ന് വിട്ടുപോയ കുറച്ച് MP-മാരുണ്ടല്ലോ, 20 പേര്. അവർ NCPയിൽ ജോയിൻ ചെയ്ത് ഇപ്പോൾ പാർലമെൻറ്റിൽ പ്രത്യേക ബ്ലോക്കായിട്ട് NDAയെ പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നമുക്കറിയാം, സായ്നി ഘോഷിനെ പോലെയുള്ള, കാക്കോലി ഘോഷിൻ്റെ നേതൃത്വത്തിലാണ് സായ്നി ഘോഷിനെ പോലെയുള്ളവർ അതിലുണ്ട്. അവർ പിന്നെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരു നടിയാണ്, പാട്ടുപാടും. അങ്ങനെ ഒരുപാട് ഇതൊക്കെ നമ്മളവരുടെ പാട്ടൊക്കെ കണ്ടതാണ് അല്ലേ? തെരഞ്ഞെടുപ്പിന് മുമ്പ് പിന്നെ മക്കയും മദീനയും ഒക്കെ പ്രകീർത്തിച്ച് പാടി അവർ ഒന്നാം ഘട്ട മമതയ്ക്ക് വേണ്ടി പാടി അവർ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഭദ്രകാളി സ്തോത്രം, സരസ്വതി സ്തോത്രമൊക്കെ ആലപിക്കുന്നത് നമ്മൾ കണ്ടു. സായനി ഘോഷൊക്കെയാണ് മാറിയത്. അപ്പോൾ അതിലെ വനിതാ MP-മാരോട് വളരെ മോശമായി ഇദ്ദേഹം സംസാരിച്ചു എന്നാണ് പറയുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന് വാർത്തകളിൽ പുറത്തു വന്നിട്ടില്ല. അൺപാർലമെൻ്ററി എന്നാണ്. അത് പൊതുവേ അങ്ങനെയാണ്. ഇനിയിപ്പോൾ അത് ചാനലുകളും പത്രങ്ങളും ഒക്കെ കൂടെ ചോർത്തി MP-മാരെയൊക്കെ സ്വാധീനിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ വാചകങ്ങളൊക്കെ തപ്പിപ്പിടിച്ച് കൊണ്ടുവരും. അപ്പോഴേ ഇത് പുറത്തു വരുള്ളൂ. പക്ഷെ പാർലമെൻറ്റിൻ്റെ ഔദ്യോഗിക അറിയിപ്പനുസരിച്ച് അൺപാർലമെൻ്ററി ആയ രേഖകളിൽ നിന്ന് അത് നീക്കം ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിൽ 2 MP-മാർ പരാതി കൊടുത്തു. പിന്നെ ആ MP-മാർ 2 പേര് വനിതാ MP-മാർ പരാതി കൊടുത്തവരുടെ പേരുകൾ പറയുന്നില്ല. പക്ഷേ പരാതിയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട്. പാർലമെന്ററി കാര്യ മന്ത്രി അർജുൻ റാം മേഘ്വാള് സഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. ഇദ്ദേഹത്തെ ഈ സെഷൻ കഴിയുന്നത് വരെ പങ്കെടുപ്പിക്കരുത്, ഇദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയം പാസ്സായി. നമുക്കറിയാം BJPക്ക് ഇപ്പോൾ മെജോറിറ്റി ഉണ്ട്, അതുകൊണ്ട് അത് പാസ്സാവും. സ്വാഭാവികമായിട്ടും കല്യാൺ ബാനർജി ഇപ്പോൾ പുറത്ത് നിൽക്കേണ്ട അവസ്ഥയിലാണ്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് പാർലമെന്റിന്റെ മുമ്പിൽ സമരം ചെയ്യാം, അതൊക്കെ ചെയ്യാം, അതൊക്കെ അവർ ചെയ്യുമായിരിക്കും. NDA പക്ഷത്തേക്ക് പോയിരുന്നു, NCPയുടെ പക്ഷത്തേക്ക് പോയില്ല. ഇല്ല, കല്യാൺ ബാനർജി പോയില്ല. കല്യാൺ ബാനർജി മമതയെ ഇടയ്ക്ക് തള്ളി പറഞ്ഞു. അത് അഭിഷേക് ബാനർജി കാരണമാണ്, അഭിഷേക് ബാനർജി നിങ്ങളെ നശിപ്പിക്കാൻ ഉണ്ടായതാണെന്നൊക്കെ ഇദ്ദേഹം വിളിച്ചു പറഞ്ഞ് മമതയ്ക്ക് വലിയ പ്രതിസന്ധിയൊക്കെ. കാക്കോലി ഘോഷിന്റെ കൂടെ പോയില്ല. കാക്കോലി ഘോഷിന്റെ കൂടെ ഇദ്ദേഹം പോകുമായിരുന്നു എന്നാണ് ആദ്യം പറഞ്ഞു കേട്ടത്. പക്ഷെ എന്തുകൊണ്ടോ പോയില്ല. എന്തായാലും ഈ നടപ്പ് വർഷകാല സമ്മേളനത്തിൽ മൺസൂൺ സെഷനിൽ അദ്ദേഹത്തിന് വീട്ടിലിരിക്കാം. അപ്പോൾ മാത്രമല്ല, ഒരാനുകൂല്യങ്ങളും കിട്ടില്ല ആ സമയത്തുള്ള. ഇതൊക്കെ ഉണ്ടല്ലോ,
MP-മാർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്, അതെ, ഓണറേറിയം ഒക്കെ ഉണ്ട്, കട്ടാക്കി. അതെല്ലാം ചുരുക്കത്തിൽ ഒരു കട്ടാവും. അയോഗ്യത തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇത് കഴിയുന്നത് വരെ അയോഗ്യതയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇത് ശബ്ദ വോട്ടോടെയാണ് പാസ്സാക്കിയത്. സഭയുടെ അന്തസ്സിനെയും മര്യാദകളെയും സാരമായി മുറിവേൽപ്പിക്കുന്ന പെരുമാറ്റമാണ് MP-യുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് സ്പീക്കർ നിരീക്ഷിച്ചു. അപ്പോൾ സ്പീക്കർ വെറുതെ നമ്മൾ ഈ അൺപാർലമെൻ്ററി എന്ന വാക്കൊക്കെ ഉപയോഗിച്ച് നമ്മൾ പറയുന്നെങ്കിലും എന്തോ ഗുരുതരമായ സ്ത്രീകളുടെ മാനം നശിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളായിരിക്കും പറഞ്ഞത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പറഞ്ഞോളൂ. അന്ന് തലക്കടിയിട്ട് തറ കിടന്നതല്ലേ, അതിനുശേഷം ഉണ്ടാക്കിയ ശരിയാണ്. ഏത് സ്ത്രീ കണ്ടാലും തെരുവിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. കാരണം അതാണ് വലം കൈയായിട്ട് കൂടെ നിന്ന മമതയ്ക്കൊപ്പം നിന്നതാണ്. അപ്പം മമതയെ തന്നെ ഇദ്ദേഹം ആദ്യം തെരുവിളിച്ചു അല്ലേ. അതിനുശേഷമാണ് ഇപ്പോൾ പാർലമെന്റിലേക്ക് വന്നത്. അപ്പോഴാണ് ഇവരെ കാണുന്നത്. പാർലമെന്റിൽ വന്ന് കയറുമ്പോഴാണ് ഈ സാനി ഘോഷിനെയും കാകുലി ഘോഷിനെയൊക്കെ ഇവർ കാണുന്നത്. NCPയുടെ ഭാഗമായിട്ട് ആ ഒരു ആവേശ തള്ളിച്ചയിൽ എന്തോ പറഞ്ഞു പോയത്. BJP ആണെങ്കിലേ NDA നരേന്ദ്രമോദി അമിത്ഷായും എല്ലാം എങ്ങനെ ഈ 3/2 ഭൂരിപക്ഷം എത്താമെന്ന് നോക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് ഈ 543 എന്നുള്ള ആകെസംഖ്യയിൽ നിന്ന് ഇതാ ഒരു MP ഔദ്യോഗികമായിട്ട് മാറി നിൽക്കുന്നു, പുറത്ത് നിർത്തിയിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ 542 പേരെ സഭയിലുള്ളൂ. അപ്പോൾ 542-ന്റെ 3/2 കിട്ടിയാൽ മതി. ഒരുപക്ഷെ ഈ കല്യാൺ ബാനർജി ഒരു കൂട്ടി കാണത്തില്ല. അല്ല, കല്യാൺ ബാനർജി അഭിഷേകം ഉണ്ടല്ലോ MP ആയിട്ട്. അതെ അതെ അതെ. ഈ നിലവിൽ തൃണമൂലിന് 6 or 8 MP-മാരുണ്ട്. ഈ 27 or 28 MP-മാരുണ്ടായിരുന്നിടത്തു നിന്നാണ് 20 പേര് അങ്ങോട്ട് മാറിയത്. ബാക്കിയുള്ളവർ ഇപ്പുറത്തുണ്ട്, മമതയുടെ കൂട്ടത്തിലുണ്ട്. അതിൽ 3 പേര് മമതയുമായിട്ട് അത്ര ഈ വിഷയത്തിൽ ഇങ്ങനെ ഉടക്കി നിൽക്കുകയാണ്. അവരും എപ്പോൾ വേണമെങ്കിലും മാറാം, NCPയിലേക്ക് പോകാം. മറ്റേ ശിവസേന പോയതുപോലെ ആദ്യം ഒരു വിഭാഗം ഏകനാഥ് ഷിൻഡെയുടെ ഇതിൽ മാറി രൂപീകരിച്ച് പ്രത്യേകമായിരുന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പതുക്കെ അങ്ങോട്ട് പോയി തുടങ്ങി. അപ്പോൾ അത് കൂറുമാറ്റം വരത്തില്ല അവർക്ക്. കാരണം അവർ മാതൃ സംഘടനയിലേക്കാണ് അല്ലെങ്കിൽ മാതൃ പാർട്ടിയിലേക്കാണ് അവർ പോകുന്നത്. അതുകൊണ്ട് കൂറുമാറ്റം അവിടെ ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഇവിടെ ഈ പറഞ്ഞതുപോലെ കല്യാൺ ബാനർജിക്ക് കിട്ടിയ വലിയൊരു അടിയാണ്. അദ്ദേഹം സ്പീക്കറെ കണ്ട് ഹിയറിങ്ങിന് അപേക്ഷയൊക്കെ കൊടുത്തു. ഒപ്പം മറ്റൊരു കാര്യം പുറത്തു വരുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രതിപക്ഷം ഇത് വലിയ വിഷയമായിട്ടെടുക്കും. കല്യാൺ ബാനർജിയുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് പറഞ്ഞ് അവർ വലിയ സമ്മർദ്ദത്തിനും സമരത്തിനും ഒക്കെ തയ്യാറാകും എന്നാണ് പറയുന്നത്. അപ്പോൾ സഭ ഇയാൾ പറഞ്ഞ അൺപാർലമെന്ററി എന്ന് സഭാനാഥൻ റൂൾ ചെയ്ത വാക്കുകൾ പ്രയോഗിച്ച കല്യാൺ ബാനർജിയുടെ വാക്കുകൾ അൺപാർലമെന്ററി അല്ലെന്ന് പ്രതിപക്ഷം അങ്ങനെയാണ്. പ്രതിപക്ഷം അതിനെ പാർലമെന്ററി ആയിട്ട് എടുത്തിരിക്കുന്നു. കല്യാൺ ബാനർജിക്ക് സംരക്ഷണം കൊടുക്കുന്നു. എല്ലാ ഗാന്ധിമാരും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്, പാർലമെന്ററിയാണ്. പക്ഷേ അവർക്ക് പാർലമെന്ററിയാണ്. അപ്പോൾ അത് ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സഭ കൂടുതൽ പ്രക്ഷുബ്ധമാകും. ഈ BJP അല്ലെങ്കിൽ NDA ഇവരെ പരമാവധി പ്രൊവോക്ക് ചെയ്യുകയാണ്. കൂടുതൽ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് അവസരം കിട്ടിയാൽ ഇതിപ്പോൾ ഇവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഇവരിതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ റെക്കോർഡഡാണ്. പക്ഷെ അത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. എങ്കിലും ഈ പറഞ്ഞത് എന്താണെന്നും അവർ കൊടുത്ത പരാതി എന്താണെന്നും ഒക്കെ സ്പീക്കർക്കും ഒക്കെ അറിയാം. ഇല്ലെങ്കിൽ പിന്നെ പാർലമെൻ്ററി കാര്യമന്ത്രി അർജുൻ റാം മേഘ്വാൾ ഇങ്ങനൊരു പ്രമേയം കൊണ്ടുവരത്തില്ലല്ലോ. ആ പ്രമേയം വോട്ടിനിട്ട് ശബ്ദ വോട്ടോടുകൂടി പാസ്സാക്കുകയായിരുന്നു. ആ പാസ്സാക്കിയത് കല്യാൺ ബാനർജിക്ക് വലിയ കുരിശായി മാറുകയും ചെയ്തു. ഒരു കാര്യം നമുക്ക് പറയാൻ കഴിയുന്നത്, വരുന്ന ആഴ്ച ഈ ആഴ്ച എന്തായാലും സഭ വളരെ പ്രക്ഷുബ്ധമായിരിക്കും. നീറ്റ്, പോലീസ് മർദ്ദനം, ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടായ നടപടി, ഇതെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കല്യാൺ ബാനർജിയുടെ സസ്പെൻഷൻ. അപ്പോൾ ഒരേ സമയം ഇപ്പോൾ ഒരു ബഹളം കഴിഞ്ഞ് അതൊന്ന് അടങ്ങുമ്പോൾ അടുത്ത ബഹളം തുടങ്ങും. ഇപ്പോൾ ലോക്സഭയും രാജ്യസഭയും രണ്ടും ഒരുപോലെ പ്രക്ഷുബ്ധമാകും എന്ന് തീർച്ചയാണ്. മറ്റു കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണുകയേ നിർവാഹമുള്ളൂ. ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ സ്പീക്കർ പിന്നെ ഇദ്ദേഹത്തിനോട് വിളിച്ച് പാർലമെൻ്ററി കാര്യമന്ത്രിയോട് വിളിച്ച് പറയുന്നത്, സ്പീക്കറുടെ വിവേചനാധികാരം അതിനകത്തുണ്ട്, നമുക്കതൊന്ന് പുനഃപരിശോധിക്കാം. അദ്ദേഹം ഒരു ക്ഷമ പറയുകയാണെങ്കിൽ, സഭയിൽ ഒരു ക്ഷമ പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ക്ഷമ പറഞ്ഞാൽ അതെല്ലാം സഭാരേഖകളിൽ വരും.
അതെ. ഞാൻ ഉപയോഗിച്ചത് അൺപാർലമെന്ററി ആയ വാക്കുകളാണ്. അത് രേഖയിൽ വരും. അത് രേഖയിൽ വരും. ഉപയോഗിച്ച വാക്കുകൾ വരും. ഉപയോഗിച്ച വാക്കുകൾ വരില്ല. ഇതെല്ലാം സഭാരേഖകളിൽ വരും. ഞാൻ അൺപാർലമെന്ററി ആയ വാക്കുകൾ ഉപയോഗിച്ചു. പക്ഷെ അതൊരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ മോശമാണ്. ഇതൊക്കെ അത് എന്നും ഈ ഉപയോഗിച്ച വാക്കുകൾ വന്നില്ലെങ്കിലും ഇങ്ങനൊരു കുറ്റം ആ ജനപ്രതിനിധി ചെയ്തതായിട്ട് വരും. വേറൊന്നും ജനപ്രതിനിധിയെ ചെയ്യാൻ പറ്റില്ല സഭയ്ക്കുള്ളിൽ വെച്ച്. അതിനുള്ള പ്രിവിലേജ് ഉണ്ട്. പക്ഷേ ഒരു നാണക്കേടാണ്, ഒരു ലജ്ജാകരമായ ഒരു കാര്യമാണത്. പിന്നീട് നാട്ടുകാരും ലോക്സഭാ അംഗങ്ങളും മറ്റെല്ലാവരും നമ്മളെ ആ വ്യക്തിയെ, ആ എം പിയെ അങ്ങനെ കാണുകയുള്ളൂ. അതൊക്കെയാണ് അതിനകത്തുള്ള പ്രശ്നം. പക്ഷേ അദ്ദേഹം മാപ്പൊക്കെ പറഞ്ഞാൽ സ്പീക്കറിന് വേണമെങ്കിൽ ഇതിലൊരു ഈ ഹിയറിംഗ് സമയത്ത് ഇദ്ദേഹം ഞാൻ ക്ഷമ പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ സ്പീക്കർക്ക് വേണമെങ്കിൽ തൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ച് ഈ കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കാം. അത് സംഭവിക്കുമോ ഇല്ലയോ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷെ എന്തായാലും കല്യാൺ ബാനർജിയുടെ ചീട്ട് കുറേ നാളത്തേക്ക് കീറിയിരിക്കുകയാണ്. മഹാനാണക്കേടായി ഈ വിഷയം. കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെയായി. തൃണമൂല് എല്ലാ അർത്ഥത്തിലും തകർന്ന് തരിപ്പണമായി നിൽക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനൊരു ചീത്തപ്പേരും കൂടി ആ പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാലത്ത് അവരുടെ തന്നെ പാർട്ടിയിൽ പെട്ടിരുന്ന വനിതാ എം പിമാരെയാണ്, അതായത് അവരോടൊപ്പം പ്രവർത്തിച്ചവരെയാണ് ഈ വിശേഷണങ്ങൾ കൊണ്ട് അപമാനിച്ചതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. എല്ലാ അർത്ഥത്തിലും അത് തൃണമൂലിനും പ്രതിപക്ഷത്തിനും ഒരു തിരിച്ചടിയാണ്. രാഹുൽ ഗാന്ധി വാസ്തവത്തിൽ ഈ പ്രതിപക്ഷത്തെ മുഴുവനും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് സർക്കാരിനെതിരെ ഒരു ഫൈറ്റിന് ശ്രമിക്കുമ്പോൾ അവിടെ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ചോർച്ചകൾ ഉണ്ടാകുന്നത് പ്രതിപക്ഷത്തിന് നല്ലതല്ല. അത് പ്രതിപക്ഷമാണ് ഈ കാര്യത്തിൽ. കാരണം അപ്പുറത്ത് BJPയും NDAയും സർക്കാരും ഒക്കെ അവസരം നോക്കിയിരിക്കുകയാണ് എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ. അവരത് സമർത്ഥമായിട്ട് ഉപയോഗിക്കുക, അത് അവരുടെ രാഷ്ട്രീയമാണ്. എന്നാൽ ഇപ്പുറത്ത് അങ്ങനെ സംഭവിക്കാതെ നോക്കേണ്ടത് ഇവരുടെ മിടുക്കാണ്. അവർക്ക് ആ മിടുക്ക് ഉണ്ടായില്ല എന്നാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം കല്യാൺ ബാനർജിയുടെ ഈ മൺസൂൺ സെഷനിലെ വർഷകാല സമ്മേളനത്തിലെ ഭാവി എന്തായിരിക്കും. കുടപിടിച്ച് പാർലമെന്റിന്റെ മുമ്പിൽ സമരത്തിന് നിൽക്കണോ അതോ പാർലമെന്റിനകത്ത് കയറാൻ കഴിയുമോ, കുടമടക്കി അകത്ത് കയറാൻ കഴിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണുക.